ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം നാളെ എറിക്കിൻ്റെ 8th ബർത്ത്ഡേ ആണ്. അപ്പം അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് റെഡിയായി വന്നിട്ട് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇന്നത്തെയും നാളത്തെയും വ്ളോഗും കൂടെ ടുഗെദർ ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗൈൻ. എന്നിട്ട് നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. സോ ആദ്യമേ നമുക്ക് ഈ പിന്നാട്ട ഫിൽ ചെയ്യാം. ഈ ഒരു പിന്നാട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒരു ഐ മാസ്ക് കിട്ടുന്നുണ്ട്, പക്ഷേ എന്നെ പൊട്ടിക്കാൻ ഒരു വടിയും കൂടെ വേണം. അത് കിട്ടിയിട്ടില്ല. സോ അതെങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് നമുക്കിത് ഫിൽ ചെയ്ത് തുടങ്ങാം. ഇവിടെ ഒരു നമ്മൾ പ്രസ് ചെയ്ത് അവിടെ തുറന്ന് വരും. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കാം. പിള്ളേർ എല്ലാം കൂടെ ഇത് അടിച്ച് പൊട്ടിച്ച് സാധനങ്ങളൊക്കെ പുറത്ത് വരും. പിന്നെ പ്രസ് ചെയ്തപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. ഇപ്പം മെയിനായിട്ട് ഞാൻ ഫിൽ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ സെൻറ്റ് മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട് എപ്പോഴോ. അപ്പം കുറേ ഒരു ബാഗ് നിറച്ച് മിഠായി ഇറക്കി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനകത്തിട്ട് അവരടിച്ച് കളിച്ച് നാളെ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കുറേ ഇത്രയും ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് കളിക്കാനുള്ള ചെറിയ ചെറിയ ടോയ്സ്, ക്രേസി ബോൾസ്, അങ്ങനത്തെ തിങ്സൊക്കെ നിറച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഹാരിബോൻ്റെ ക്യാൻഡീസ് ഉണ്ട്, ഗമ്മീസ് എന്ന് പറയും ഇവിടെ. സൺലൈറ്റ് ഒത്തിരി ഉണ്ടായിരുന്ന കാരണമാണ് ഞാൻ കർട്ടൻസ് അടച്ചിട്ടത്. പക്ഷേ ഇപ്പം വീഡിയോയിൽ കുറച്ച് ഡാർക്കും ലൈറ്റും വേരിയേഷൻസ് കാണുന്നുണ്ട്. ഇത് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പം പിന്നാട്ട നിറച്ച് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിങ്സൊക്കെ ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് കേക്ക് ഡെക്കറേറ്റിങ്ങിൻ്റെ കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് ഇപ്രാവശ്യം ഒരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ. സോ ചെറിയൊരു സിമ്പിൾ കേക്ക്. അപ്പോൾ അതാണ് നെക്സ്റ്റ്. ഇവിടെ ബുക്കിൽ എനിക്കൊരു റെസിപ്പി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എറിക്കിനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അവന് ബോക്സിങ് ക്ലാസ്സും കൂടെ ഉണ്ട് വൈകുന്നേരം. അപ്പോൾ എല്ലാം കൂടെ ആകുമോ എന്നറിയത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് എന്തെങ്കിലും ചോക്ലേറ്റ് ഗനാഷ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. സോ അത് ചെയ്യാം അവൻ വരുന്നതിൻ്റെ മുമ്പ്. ഇപ്പോൾ അവൻ സ്കൂളിൽ പോയിരിക്കുക. ഇന്ന് അവൻ സ്കൂളിൽ ട്രീറ്റ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ സ്കൂളിൽ എന്നാ ട്രീറ്റ് കൊടുക്കുന്നതെന്ന് ഞാൻ സൈഡിൽ ഇടാം. ഒരു ബോക്സ് നിറച്ച് എത്ര പിള്ളേരുണ്ട് അവർക്ക് ഒരു ചിപ്സും ഒരു ചെറിയൊരു ഗിഫ്റ്റുമാണ് വെച്ചേക്കുന്നത്. സോ ചോക്ലേറ്റ് ഗനാഷിന് നമുക്ക് വേണ്ടത് 1 കപ്പ് ചോക്കോ ചിപ്സും പിന്നെ ഫ്രഷ് ക്രീമും. ഇവിടെ ഫ്രഷ് ക്രീം എന്ന് ഡച്ചിൽ പറയുന്ന ഫേഴ്സസ് ലാഹ്റൂം എന്നാണ്. സോ രണ്ടും കൂടെ 1:1 റേഷ്യോയിൽ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കണം. ഫ്രഷ് ക്രീം നമുക്ക് കുറച്ച് ചൂടാക്കിയിട്ട്
പിന്നെ ചോക്കോ ചിപ്സിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ചോക്കോ ചിപ്സ് ഓപ്പൺ ചെയ്തിട്ട് ചോക്കോ ചിപ്സ് 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് കുറേ സൺലൈറ്റ് വരുന്നുണ്ട് പുറകിൽ നിന്ന്, ഞാൻ കുറച്ചത് അടച്ചു വെക്കാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇപ്പം മച്ച് ബെറ്ററാണ്. ഞാൻ ഈ ചോക്കോ ചിപ്സ് മേടിച്ചിരിക്കുന്നത് ദേക്കാ മാർട്ടിനാണ്. ദേക്കാ മാർട്ടാണ് എൻ്റെ അടുത്തുള്ള സെൻട്രമിലുള്ള ഷോപ്പിംഗ് ഏരിയ. ഇത് കറക്റ്റ് 1 കപ്പ് ഇല്ല കേട്ടോ, കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. അപ്പം 2 പാക്കറ്റ് ഞാൻ മേടിച്ചായിരുന്നു എന്തായാലും. ഇത് 1 കപ്പായിട്ടുണ്ട്. ഇതൊരു ബോളിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഫ്രഷ് ക്രീം കുറച്ചൊന്ന് ചൂടാക്കണം. ഇപ്പം 1 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മൈക്രോവേവിലാണ് ചൂടാക്കുന്നത്. ചെറിയ ചൂട് മതി. അപ്പം ഫസ്റ്റ് നമുക്ക് 30 സെക്കൻഡ്സ് വെച്ച് നോക്കാം. തേർട്ടി സെക്കൻഡ്സ് വെച്ചിട്ട് അത്രയും ചൂടായില്ല. അപ്പം ഞാൻ ഒരു 1 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ട്. ഇപ്പം 1 മിനിറ്റ് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയതാണ്. നമുക്കിത് ചോക്കോ ചിപ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വിസ്ക് എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും മെൽറ്റ് ആകുന്നില്ലായിരുന്നു. അപ്പം ഞാനൊരു 30 സെക്കൻഡ്സും കൂടെ അവനിൽ വെച്ചത് നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു റൂം ടെമ്പറേച്ചർ ആകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിക് ഹാൻഡ് മിക്സർ കൊണ്ടും കൂടെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കൂളായിട്ടുണ്ട്. ഹാൻഡ് വിസ്ക് കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇലക്ട്രിക് ഹാൻഡ് മിക്സർ വെച്ച് കുറച്ച് മിക്സാക്കി കൊടുക്കും. കുറച്ചുകൂടെ വലിയ ബോൾ എടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്നു. ഇതൊരു വലിയ ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം.
ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി പേഷ്യൻസ് വേണം, കാരണം കുറച്ച് ടൈം എടുക്കും ഇത് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് ഓവർ മിക്സ് ചെയ്തു. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുന്നേ കുറച്ച് ഷൈനി ഗ്ലേസി ആയി കിട്ടിയപ്പം അപ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഒരു ഗനാഷ് ഉണ്ടാക്കാൻ ഇത്രയും പാടുപെടണമെന്ന് ഞാൻ ഓർത്തില്ല. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ പണി പാളിപ്പോയി, കുറച്ച് ഗ്രെയിനി ടെക്സ്ചറാണ് കിട്ടിയത്. പിന്നെ ഞാനത് ഡബിൾ ബോയിലറിൽ മെൽറ്റ് ആക്കിയിട്ട് പിന്നെയും ഒരു വിധത്തിൽ ഇപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതും പെർഫെക്റ്റ് അല്ല, എന്നാലും ഐ തിങ്ക് നാളത്തെ പരിപാടിക്ക് ഇത് മതിയായിരിക്കും. സോ അടുത്ത പരിപാടിയാണ് കേക്ക് ഉണ്ടാക്കൽ. സോ അതിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ കേക്കിന് ഫസ്റ്റ് ആവശ്യമുള്ളത് 1 1/4 കപ്പ് ഷുഗറാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ബൗളിലേക്ക്. പിന്നെ 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. എൻ്റെ കയ്യിൽ വെജിറ്റബിൾ ഓയിലില്ല, അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ വേണ്ടത് 1 കപ്പ് യോഗേർട്ട്. ഗ്രീക്ക് യോഗേർട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് 1/4 കപ്പ് മിൽക്ക്. ഇതെല്ലാം കൂടെ ഹാൻഡ് മിക്സർ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് 1 1/2 കപ്പ് മൈദ. ഞാനിവിടെ എടുക്കുന്നത് സെൽഫ് റേസിംഗ് ഫ്ലവർ എന്ന് പറഞ്ഞിവിടെ കിട്ടും, അതാണ് ഞാൻ എടുക്കുന്നത്. ഇത് സിഫ്റ്റ് ചെയ്ത് എടുക്കുക. ഇതിനകത്ത് ലംസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സിഫ്റ്റ് ചെയ്യാതെയാണ് എടുക്കുന്നത് ഇപ്പം. പിന്നെ ആഡ് ചെയ്യുന്ന 3/4 കപ്പ് കൊക്കോ പൗഡർ. പിന്നെ ആഡ് ചെയ്യുന്ന 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. നേരത്തെ ആഡ് ചെയ്തത് 1 ടേബിൾ സ്പൂണായി ബേക്കിംഗ് പൗഡർ, അതുകൊണ്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ സോഡ. എന്താവോ എന്തോ. ഒരു സ്പാറ്റുല യൂസ് ചെയ്ത് എല്ലാം ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫുൾ അലങ്കോലം ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ പണി ചെയ്യുമ്പം അങ്ങനെയല്ലേ. പിന്നെ നമുക്ക് ക്ലീനാക്കി വെക്കാം. ഒരു നല്ലപോലെ ഒന്ന് ഫോൾഡാക്കി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊണ്ടുവരണം നമുക്ക്.
കളറൊക്കെ അടിപൊളിയാണ്. ടേസ്റ്റും ബേക്ക് ചെയ്ത് വരുമ്പം ശരിക്ക് കിട്ടുമോയെന്നറിയില്ല. ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല. 1 കപ്പിൽ ഇച്ചിരി കുറവൊക്കെ കാണും. സോ നമുക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പം അറിയാം എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ ഫോൾഡായി ഓൾമോസ്റ്റ് എല്ലാം കൂടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കണ്ട റെസിപ്പീനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു മൈക്രോവേവ് ഡിഷിൽ ഇട്ടിട്ട് 6 മിനിറ്റ്സ് മതിയെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രയും പെട്ടെന്ന് ഈ കേക്ക് റെഡിയാവുമെന്ന്. നോക്കാം നമുക്ക്. ഒരു ബേക്കിംഗ് ട്രേയിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ്. കേക്ക് മിക്സ്ചർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ എക്സസ് നമ്മളൊന്ന് മുറിച്ച് കൊടുക്കുകയാണ്. റെസിപ്പിയിൽ 6 മിനിറ്റ്സിന് ബേക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 6 മിനിറ്റ്സ് കൊണ്ടുണ്ടായി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവൻ ഞാൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്സിന് വേണ്ടി. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബാറ്റർ ടിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 180 ഡിഗ്രിയിൽ തന്നെ 30 to 35 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഒത്തിരി ലിക്വിഡി അല്ല എനിക്ക് ഫീൽ ആകുന്നത്. നോർമലി നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ ഇച്ചിരി ലിക്വിഡി അല്ലേ. ഇത് കുറച്ച് ഫഡ്ജി ടെക്സ്ചറാണ്. ശരിക്ക് വരുമോ എന്തോ അറിയില്ല. എനിവേ നമുക്ക് ട്രൈ ചെയ്യാം നമ്മുടെ മാക്സിമം ലെവൽ. ഫസ്റ്റ് ടൈമാണ് ഒരു ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുന്നത്. എറിക്കിൻ്റെ ഡിമാൻഡായിരുന്നു ഒരു ചോക്ലേറ്റ് കേക്ക്. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ അവൻ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മളിത് അതിനകത്ത് വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. സോ അവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി അവനിലേക്ക് വെക്കാൻ പോവാണ്. ചേട്ടാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേക്കായി അത് മേലെ നിന്ന് കുറച്ച് കൊളാപ്സ് ആയിരുന്നു. എന്നാലും അത് കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ മിക്സ്ചർ നമുക്ക് കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ്. കേക്ക് ഇവിടെ ഒരുവിധം ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. വലിയ ഷേപ്പൊന്നുമില്ല, എന്നാലും അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിലേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം.
പിന്നെ ബർത്ത്ഡേ ബോയിനെ കാണണ്ടേ? അപ്പം സമയം ഇപ്പം 11:30 ആകാറായി. രാത്രിയിൽ എറിക് ഉറങ്ങി. നിതിൻ ഫുട്ബോൾ കളിക്കാൻ പോയിരിക്കുകയാണ്. ഞാനിവിടെ ഡെക്കറേഷൻ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ബലൂണിൻ്റെ ഒരു ആർച്ച് പോലെ ഉള്ള സംഭവം ഉണ്ടാക്കുകയാണ്. സോ അവനെ ഉറക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. സോ അവൻ ശരിക്കും ഉറങ്ങിക്കഴിഞ്ഞാണ് ഞാൻ താഴെ വന്നേക്കുന്നത്. നാളെ സാറ്റർഡേ ആയതുകൊണ്ട് അവൻ്റെ സ്കൂളിലും എല്ലാ പിള്ളേരും ഫ്രീ ആണ്. അപ്പം നാളെ തന്നെയാണ് നമ്മൾ അവൻ്റെ പാർട്ടി ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 10 പിള്ളേർ വരുന്നുണ്ട്. എങ്ങനെ മാനേജ് ചെയ്യുമെന്നറിയില്ല. എല്ലാവരെയും കൊണ്ട് നമ്മൾ 2 വണ്ടിയിൽ പോയി ഒരു ബോളിംഗ് ഏരിയയിൽ പോയി. ബോളിംഗ് പാർട്ടിയാണ് അവർക്ക്. ആദ്യം വീട്ടിൽ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ബോളിങ്ങിന് പോകുന്നത്. നമ്മൾ 2 കാറിലാണ് പോകുന്നത്. നിതിൻ ഒരു കാർ എടുക്കും, പിന്നെ ഞാൻ വേറെ ഒരു കാറിൽ കുറച്ച് പിള്ളേരെ കൊണ്ടുപോകും. അങ്ങനെ എല്ലാവരെയും മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു ബലൂൺ പമ്പ് ഉണ്ട്. അതുകൊണ്ട് ബലൂൺ പമ്പിലാണ് ബലൂൺ ബ്ലോ ചെയ്യുന്നത്. ബലൂൺ ബ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ അമക്കി കൊടുത്താൽ ഒരു റൗണ്ട് സ്ട്രക്ചർ കിട്ടും നമുക്ക്. അപ്പോൾ ഡെക്കറേഷനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗെയിമിംഗ് തീം ബർത്ത്ഡേ വേണം എന്നാണ് എനിക്ക് പറഞ്ഞത്. സോ അതിന് അനുസരിച്ചുള്ള തിങ്സ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് എറിക്കിൻ്റെ ഡെക്കറേഷൻ നമ്മൾ സെറ്റാക്കിയേക്കുന്നത്. ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അവൻ എണീറ്റിട്ടുണ്ട്. അവനിപ്പം വരും. എറിക്ക് വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. 4 seats ഉള്ളൂ, പിന്നെ 9 people വരുന്നുണ്ട്. അതാണ് നിന്റെ ടെൻഷൻ. ഹാപ്പി ബർത്ത്ഡേ. ഓ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല. കർസീവ് റൈറ്റിംഗ് അതാ പോലെ. Many happy return 8. എന്നെ ആയിരിക്കും അത്. Mamma ger pappa sen. Yay, 3D print. Thank you, Darren. That's a 3D print. Which is the Lego Ferrari on you. Look at it. Yay! I need the first jump and take. അപ്പം ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ ചെയ്തത്, എല്ലാം റെഡിയാക്കിയത്. ഇത് ഞാനുണ്ടാക്കിയ കേക്കാണ്. എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഡ്രിങ്ക്സും കേക്ക് കട്ടിങ്ങും ഒക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകുന്നതാണ് ബോളിംഗ് ചെയ്യാൻ.
ഇതാണ് എറിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. Thank you. എന്നാ ഉണ്ട് ബർത്ത്ഡേക്ക് പറയാൻ? ബർത്ത്ഡേക്ക് പറയാൻ എന്നാ ഉണ്ട്? Gift kitty. ഗിഫ്റ്റ് കിട്ടി. വേറെ ഹാപ്പി ആണോ? Kom Lina. Ik mag naar hier. Ik ben de laatste. Ik mag naar Gijs. Ja. Hij bepaalt. Sean en ja, Sean en Bill. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വീട്ടിലെ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് പോവാണ് ബോളിങ് ചെയ്യാനുള്ള ഏരിയയിലേക്ക്. അപ്പോൾ കുറച്ച് പിള്ളേരെ ഞാൻ കൊണ്ടുപോവാണ് എൻ്റെ കൂടെ, കുറച്ച് പിള്ളേർ നിത്തിൻ്റെ കൂടെ വേറെ കാറിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ ഫുട്ടേജ് എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഡോർ ബെല്ലുള്ള ഫുട്ടേജ് ഞാൻ എടുത്തിട്ടേക്കുന്നതാണ് ഇപ്പം. അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട് പിള്ളേർക്ക്, പിന്നെ അവിടെ കളിക്കുകയും ചെയ്യാം. അപ്പം നല്ല ഒരു ടൈമായിരുന്നു. പിള്ളേർക്കെല്ലാം ബോളിംഗ് ഒക്കെ കളിച്ച് നല്ല എൻജോയ് ചെയ്ത് അൺലിമിറ്റഡ് ലെമോനേഡും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്സും ഒക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ തിരിച്ചെല്ലാ പിള്ളേരെയും ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഇനി കാണാം നമ്മൾ നെക്സ്റ്റ് വ്ലോഗിൽ. ടിൽ ദെൻ ബൈ ബൈ.